everyone, welcome back to Xylem Learning. അപ്പോൾ നമ്മുടെ എക്സാം അടുത്തിരിക്കുന്ന സമയം ഇനി നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആയ മണ്ണിലൂടെ നടക്കാം, ലെറ്റ്സ് വാക്ക് അലോങ് ദി സോയിൽ. ആ ഒരു ചാപ്റ്റർ നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയാണ്. അതിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ നിശ്ചിത ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് മണ്ണുണ്ടാകുന്നത് എന്നാണ്. നമുക്കറിയാം, പെട്ടെന്ന് ഒരു ദിവസം പൊട്ടി പൊളിച്ചിട്ടൊന്നും അല്ല അല്ലെ മണ്ണുണ്ടാകുന്നത്. നമുക്ക് ചുറ്റുമുണ്ടാവുന്ന കല്ലുകളും പാറകളും ഒക്കെ എന്താണ് പൊടിഞ്ഞിട്ടാണ് മണ്ണ്, നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള മണ്ണുകളും ഉണ്ടായത്. ഈ കല്ലും പാറയും ഒക്കെ എങ്ങനെയാണ് പൊടിയുന്നത്? അതിന് കാരണമാവുന്ന കാര്യങ്ങളാണ് ഇവിടെ മിസ് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാവും? ഒന്നെങ്കിൽ നമ്മുടെ സൂര്യന്റെ ചൂടായിരിക്കും, അല്ലെങ്കിൽ കാറ്റുണ്ടാവും, അല്ലെങ്കിൽ മഴയുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് അവ തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഉരസലുണ്ടാവും. കൂട്ടുകാർ ജസ്റ്റ് 2 കല്ലെടുത്തിട്ട് ഇങ്ങനെ പരസ്പരം ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിക്കേ. അവിടെ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? യെസ്, അതിങ്ങനെ പൊടിഞ്ഞ് മണ്ണായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി മക്കൾ ഇവിടെ ആലോചിക്കേണ്ടത് എത്ര തരത്തിലുള്ള മണ്ണുണ്ട് എന്നാണ്. എത്ര തരത്തിലുള്ള മണ്ണുണ്ട് മക്കളെ? ഇതാണ്ട് ഇവിടെ കാണുന്ന അലുവിയൻ സോയിൽ കേട്ടോ, ഇതാണ് നമ്മുടെ ഏക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഈ മഴക്കാലത്ത് നല്ല മഴവെള്ളമൊക്കെ കുത്തി ഒഴിച്ചു വരുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ വരുന്ന മേൽമണ്ണ് അടിഞ്ഞു കൂടിയിട്ടാണ് ഇവിടെ കാണുന്ന ഏക്കൽ മണ്ണുണ്ടാവുന്നത്. പിന്നെയാണ് നമ്മുടെ റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണ് എന്ന് പറയുന്നത്. നല്ല ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണിത്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കരിമണ്ണ്. കറുകറുത്ത കളറിലാണ്, വളരെ ചെറിയ തരികളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സാൻഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണൽ മണ്ണാണ്. നമുക്കറിയാം, ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് വളരെ ചെറുതായിട്ട് ഇങ്ങനെ തരിയായിട്ട് നമ്മുടെ ചെരുപ്പിന്റെ ഉള്ളിലെ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ പോലും ഈസി ആയിട്ട് കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ണാണ് നമ്മുടെ സാൻഡ് സോയിൽ അല്ലെങ്കിൽ നമ്മുടെ മണൽ മണ്ണ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലേ, അതായത് സ്റ്റിക്കി ആയിട്ടുള്ള നമ്മുടെ മണ്ണ്, നമ്മുടെ സ്വന്തം കളിമണ്ണാണ്. ഇനി മക്കൾ ഇവിടെ ആലോചിക്കേണ്ടത് മണ്ണിൽ ആരൊക്കെയുണ്ട് അതറിയാൻ വേണ്ടി നമ്മളൊരു ചെറിയ കുട്ടി പരീക്ഷണം ചെയ്തായിരുന്നു. പലതരത്തിലുള്ള മണ്ണൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇതുപോലെ തന്നെ 3 ഗ്ലാസ്സിലിട്ടു, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. അല്പസമയത്തിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാം എന്തൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്ക് ആ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയതായിട്ട് കാണാൻ സാധിക്കൂ അല്ലെ? അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ മണ്ണൊക്കെ താഴോട്ട് അടിഞ്ഞു കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ എന്താണ് അതിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കൂ അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? യെസ്, നമുക്ക് പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. എന്താണ്? ഡ്രൈ ക്രംഡ് ലീവ്സ്, അതായത് ഉണങ്ങി പൊടിഞ്ഞ ഇലകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ പൊടിഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൊച്ചു ജീവികളെ, കൊച്ചു ക്രിയേച്ചേഴ്സിനെ അല്ലെങ്കിൽ ചെറിയ ഇൻസെക്റ്റിനെ, പ്രാണികളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ കടലാസ് കഷ്ണങ്ങൾ, പേപ്പറിന്റെ പീസുകളൊക്കെ എന്താണ് നമുക്ക് ആ ഒരു മണ്ണിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി എല്ലാ തരത്തിലുള്ള മണ്ണും ഇങ്ങനെ ജലം സംഭരിച്ചു വെക്കുന്ന അതിനുള്ള ശേഷി ഒരുപോലെയാണോ എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതാ 3 തരത്തിലുള്ള മണ്ണെടുത്തു. 1 നമ്മുടെ വയലിലെ ചെളിമണ്ണാണ്, 2 ചെമ്മണ്ണാണ്, 3 മണൽ മണ്ണാണ് കേട്ടോ. ഈ 3 മണ്ണും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ചിരട്ടയിൽ, ഓരോ ചിരട്ടയിൽ നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ ചിരട്ടയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ കാണുന്ന പോലെ 3 ഗ്ലാസിന്റെ മുകളിൽ ഓരോ ചിരട്ട വെച്ചു. എന്നിട്ട് നമ്മൾ ആ ചിരട്ടയിലെ മണ്ണിന്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്ന സമയം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ മണൽ മണ്ണ് നിറച്ചിട്ടുള്ള ആ ഒരു ചിരട്ടയുടെ താഴ്ഭാഗത്തെ ഗ്ലാസ്സിലാണ് കുറേ വെള്ളം കാണുന്നത്. കാരണം എന്താണ്? നമ്മുടെ മണൽ മണ്ണിന് വെള്ളം അല്ലെങ്കിൽ ജലം സംഭരിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കുറവാണ്. ഈസി ആയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം നമ്മുടെ ഗ്ലാസ്സിലേക്ക് വന്നു. ഇനി അതേപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ അളവിൽ മണ്ണ്, ആ ഒരു ഏറ്റവും കുറഞ്ഞ അളവിൽ വെള്ളം കാണുന്നത് ഏത് ഗ്ലാസ്സിലാണടാ? ഏത് ഗ്ലാസ്സിലാണ്? യെസ്, വേറെ എവിടെയുമല്ല, നമ്മുടെ ചെമ്മണ്ണ് നിറച്ചിരിക്കുന്ന ചിരട്ടയുടെ താഴെയുള്ള ഗ്ലാസ്സിലാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ സാൻഡി സോയിൽ എന്ന് പറയുന്നതാണ് ജലം സംഭരിക്കാനുള്ള കഴിവ് ഏറ്റവും കുറവും. നമ്മുടെ റെഡ് സോയിൽ അല്ലെങ്കിൽ ചെമ്മണ്ണിനാണ് ജലം സംഭരിക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലായിട്ടും ഉള്ളത്. ഇനി നമുക്ക് എങ്ങനെയുള്ള മണ്ണാണ് കൃഷിക്ക് ഉത്തമം എന്ന് നമുക്ക് നോക്കണം. എങ്ങനെയുള്ളതാണടാ? ജലസംഭരണ ശേഷി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണുമായിരിക്കണം. അത്തരം മണ്ണിനാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? കൃഷിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സോയിൽ ദാറ്റ് ഈസ് ഫെർട്ടൈൽ ആൻഡ് ഹാവ് എ ഗ്രേറ്റർ കപ്പാസിറ്റി ടു അബ്സോർബ് വാട്ടർ ഈസ് ദ ബെസ്റ്റ് ഫോർ കൾട്ടിവേഷൻ. ഇനി മണ്ണിൽ ആരൊക്കെയുണ്ട്? നേരത്തെ നമ്മൾ കുറെ പീസ് ഓഫ് പേപ്പർ ആയിട്ടും കുറച്ച് പ്രാണികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകം നമ്മുടെ മണ്ണിലുണ്ട്. എന്താണത്? വായു അല്ലെങ്കിൽ എയർ ആണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി മക്കൾ എന്ത് ചെയ്യുക? ചെറിയൊരു മൺകട്ടി എടുത്തിട്ട് ഇതുപോലെ
ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഇടുന്ന സമയം നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു മൺകട്ടയുടെ ഉള്ളിൽ കൂടിയൊക്കെ ചെറിയ ചെറിയ എയർ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ബബിൾസ് മുകളിലേക്ക് പൊങ്ങി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മളുടെ ആ ഒരു മൺകട്ടയ്ക്കുള്ളിൽ വായു ഉണ്ട്. നമ്മൾ ഈ വെള്ളത്തിലിട്ട സമയത്ത് വെള്ളമെല്ലാം കൂടി ആ ഒരു മൺകട്ടയ്ക്കുള്ളിലേക്ക് കയറി നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ വായുവിന് നിൽക്കാൻ സ്ഥലമില്ലാതാകും. അതിന്റെ ഫലമായിട്ട് ആ വായു പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുന്നതാണ് നമ്മൾ ഈ കാണുന്ന ബബിൾ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ മണ്ണിൽ ആരുണ്ട്, നമ്മുടെ എയർ, അതായത് വായു ഉണ്ട്. അത് മക്കള് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ കൃഷിക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഏറ്റവും നല്ല മണ്ണാണെന്ന് നമുക്കറിയാം. നമ്മുടെ ആ മേൽമണ്ണില് നല്ല അനുയോജ്യമായ മേൽമണ്ണൊക്കെ, അങ്ങനെ ഈ മേൽമണ്ണൊക്കെ പോകുന്ന കുറച്ച് സന്ദർഭങ്ങളുണ്ട്. നല്ലൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഏറ്റവും കൃഷിക്ക് ഉത്തമമായി മേൽമണ്ണൊക്കെ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഒഴുകിപ്പോവും. അങ്ങനെ ഒഴുകി പോകുന്നതിനെ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും, മണ്ണൊലിപ്പ് എന്ന് പറയും. അപ്പം അതുകൊണ്ടുള്ള കുറച്ച് ദോഷങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഒന്ന് എന്താണ്, നമ്മുടെ മേൽമണ്ണ് ഒലിച്ചു പോകുന്നു, ദ ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് അവേ. രണ്ടാമത്തെ എന്താണ്, ആ വളക്കൂറുള്ള മണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മുടെ അഗ്രികൾച്ചറിനെ അത് ബാധിക്കും, നമ്മുടെ കൃഷിനെയൊക്കെ അത് ബാധിക്കും. നമ്മുടെ കൃഷിയൊക്കെ എന്താണ്, നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണെടാ, ചെടികളുടെയും മരങ്ങളുടെയും നാശം നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയുന്നതായിട്ട് നമുക്കിവിടെ വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങൾ ആലോചിക്കുക. എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ കുന്നിൻ ചെരുവിലൊക്കെയുള്ള കൃഷിയിടങ്ങൾ ഇങ്ങനെ തട്ടായിട്ട് കേട്ടോ, ഇങ്ങനെ തട്ടായിട്ട് തരം തിരിച്ചിട്ട് എന്ത് ചെയ്യണം, കൃഷി ചെയ്യണം. അപ്പൊ എന്ത് സംഭവിക്കും, ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ തരം തിരിക്കുന്ന സമയം, ഈ മഴയൊക്കെ പെയ്യുന്ന സമയം ആ മഴവെള്ളം ആ ഒരു ഭൂമിയിൽ തന്നെ താന്നു പോകുന്നതിനും അതുപോലെ തന്നെ മണ്ണൊന്നും ഒലിച്ചു പോകാതിരിക്കുന്നതിനും ഒക്കെ എന്താണ്, ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠത്തിൽ ഓടിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, മക്കൾ ഓൾ സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് വരുമ്പോൾ അടിച്ചു പൊളിച്ച് എഴുതുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. ടാറ്റാ.